കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. മലയാളി ഇന്ന് ആ പേര് കേൾക്കുമ്പോൾ വലിയ സന്തോഷത്തോടെയാണ് ആ പേരിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹം നിമിഷപ്രിയയുടെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ ആ ശ്രമം മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ രൂപത്തിലൊക്കെ അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഒരു ദൈവികമായ ചൈതന്യം ആ മനുഷ്യനുണ്ടെന്ന് തോന്നിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ആ പ്രവൃത്തി സത്യത്തിൽ ഓരോ മലയാളിയെയും അത്രയേറെ സന്തോഷത്തിലാക്കുന്ന ഒരു കാര്യമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന് വാർത്ത എല്ലായിടത്തും കേൾക്കുമ്പോൾ ആ വാർത്തയ്ക്ക് കാരണമായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കേരളത്തിലെ ഓരോ ജനതയും ഓരോ ജനങ്ങളും പ്രശംസകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ നന്മകൾ കണ്ടിട്ട് അദ്ദേഹത്തെ ഏറെ പ്രശംസിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമെല്ലാം അദ്ദേഹത്തിന് പ്രശംസകൾ, അദ്ദേഹത്തിന് നന്മകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും മറ്റും ധാരാളമായി കാണുന്നു. വലിയ സന്തോഷമുള്ളൊരു കാര്യമാണത്. കാരണം നമ്മുടെ സർക്കാരൊക്കെ ഇടപെട്ടിട്ട് പോലും സാധിക്കാത്തൊരു കാര്യം, തീർത്തും അപരിചിതമായ മറ്റു മതത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ദുരവസ്ഥ കണ്ടിട്ട് ഈ വയസ്സായ കാലത്ത് അദ്ദേഹത്തിൻ്റെ റെസ്റ്റൊക്കെ എടുക്കുന്ന ഈ സമയത്തൊക്കെ അദ്ദേഹം അങ്ങനെയൊരു 94 വയസ്സൊക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് പറയുന്നത്, അങ്ങനെ ഒരു മനുഷ്യൻ അതിനു വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്, അദ്ദേഹത്തിലുള്ള ആ മനുഷ്യൻ്റെ നന്മ എത്ര വലുതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. സത്യമാണത്. ആ നന്മ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെയുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അവിടെ ഉള്ള ഹൂതി വംശജരുമായി, അല്ലെങ്കിൽ യമൻ സർക്കാരിലെ സുഫി പണ്ഡിതന്മാരുമായിട്ട് വലിയൊരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായതും അതിനുള്ള തെളിവാണ്. മനുഷ്യൻ എന്ന ആ നന്മ തന്നെയാണ് ആ പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതിന് അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതി വരികയില്ല. വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹം ചെയ്ത ആ നന്മ. ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ ആ മതത്തിനപ്പുറം മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ആ പ്രവൃത്തിയാണ് ഏതൊരു കാലത്തും ഏതൊരു മനുഷ്യനെയും വ്യത്യസ്തനാക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്തുകൊണ്ടും ലോകത്തിന് മുന്നിൽ ഒരു വെളിച്ചമാണ്, ഒരു പ്രകാശമാണ്.